വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 20 കുട്ടികളാണ് ഉരുൾപൊട്ടലിൽ മരിച്ചത്. 12 കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തകർന്ന സ്കൂൾ കെട്ടിടം കാണാൻ സ്കൂളിലെ സീനിയർ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷും ജൂനിയർ അധ്യാപകൻ ആതിരും ഉൾപ്പെടെ നെഞ്ചുപൊട്ടിയാണ് സ്കൂളിലെത്തിയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഏറ്റവും സങ്കടകരമായത് ഈ കുട്ടികളുടെ മരണമാണ്. അതിൽ വെള്ളാർമല സ്കൂളിന്റെ വലിയൊരു ഭാഗം തകർന്നു. ആ സ്കൂൾ കാണാനായാണ് ഇവിടുത്തെ അധ്യാപകർ വന്നത്. ഈ അധ്യാപകരിൽ ഭൂരിഭാഗം പേരും വയനാട്ടുകാരല്ല, മറ്റ് ജില്ലക്കാരാണ്. പക്ഷെ ഈ ഗ്രാമത്തിന്റെ സ്നേഹത്തിൽ അവർ അലിഞ്ഞു ചേർന്നതായിരുന്നു. ഇപ്പോൾ വളരെ മനോഹരമായ കെട്ടിടമൊക്കെ ഉള്ള സ്കൂളാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് വലിയ സങ്കടകരമാണ്. എന്തായിരുന്നു നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം? ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു ഞങ്ങൾ വിട്ടുപിരിഞ്ഞവരൊക്കെ. എന്താണ്, ഒരു ഗ്രാമമായിരുന്നു ഇത്. ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ നമ്മുടെ അങ്ങറ്റം വരെ സ്നേഹിച്ചു അവർ. അതിന് നമ്മൾ അവരോടും തിരിച്ച് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നമുക്കിതൊരു എന്താ പറയുക, ഒരു അധ്യാപക രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ അങ്ങനെയുള്ളൊരു ബന്ധമല്ലായിരുന്നു. എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു ഇവിടെ. വെള്ളാർമല കുടുംബം എന്നാണ് ഞങ്ങൾ പറയുക. ടീം വെള്ളാർമല എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു പ്രയാസം എന്ന് പറഞ്ഞാൽ കുട്ടികൾ നഷ്ടപ്പെട്ടപ്പം അവരെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ തന്നെ പോണ്ടി വന്നു എന്നുള്ളതാണ്. അവരിങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ കുട്ടിയാണോ കിടക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ നമ്മൾ പോയി. അത് മനസ്സിനെ വല്ലാതെ അലട്ടിയിട്ടുണ്ട്. നമ്മുടെ മാഷ് ഉണ്ണിസാറ് 18 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്ത സാറിന്, ആ സാറുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ പിടിച്ചു നിന്നത്. കാരണം ആ സാറിൻ്റെ ഒരു എന്താ പറയുക, സ്നേഹവും രീതിയും കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഇതിനോട് സ്കൂളിനോട് കൂറ് പുലർത്തിയിട്ട് നടക്കുന്നത്. പക്ഷേ ഈ ഒരു 18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ സാധാരണ മാഷ് ആലപ്പുഴക്കാരനാണ്. സാധാരണ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ വലിയ ജില്ലകളിലേക്ക് പോകാനാണ് ശ്രമിക്കുക. ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയത് എന്താ? ഈ നാട്ടുകാർ സാർ നമുക്ക് സ്നേഹിക്കുമല്ലോ, ഓരോരുത്തരങ്ങ് സ്നേഹിക്കുമല്ലോ, അത്രേ ഉള്ളൂ. സ്നേഹം മാത്രം, വേറൊന്നുമില്ല. കറകളഞ്ഞ സ്നേഹം എല്ലാവരുടെയും. പ്രമോഷൻ കിട്ടിയിട്ടും അത് ഒഴിവാക്കി ഇവിടെ നിന്നു എന്ന് പറയുന്നുണ്ട്. അത് ട്രാൻസ്ഫർ SSKയിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തായിരുന്നു. അമ്പലപ്പുഴ BRCയിലേക്ക് അവിടെയുള്ള അധ്യാപകരെല്ലാവരും കൂടെ എന്നെ പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റിംഗ് ഓർഡർ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് അയച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ആ പോസ്റ്റിംഗ് ഓർഡർ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര വിഷമമായി. ഓരോരുത്തർ വന്നിട്ട് ഭയങ്കര നിലവിളിയും കരച്ചു. ആ കരഞ്ഞവരൊന്നും ഇപ്പം ഇല്ല സാറ്. എനിക്ക് വേണ്ടി കരഞ്ഞവരെല്ലാം പോയി. പിന്നെ അവര് തന്നെ ആരെയൊക്കെയോ ഇടപെട്ടിട്ട് അത് മാറ്റിയതാണ്. പിന്നെ വൈഫിനെ വിളിച്ച് എല്ലാവരും കൂടി ഭാര്യയെ വിളിച്ച് പറഞ്ഞ് മാഷിനെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കണ്ടേ, നമ്മളെ വേണ്ടെടുത്തല്ലേ നമ്മൾ വേണ്ടത്. അപ്പം നമ്മളെ ഇവിടെ ആവശ്യമാണ്, നിങ്ങൾ അവിടെ തന്നെ നിന്നോളാം അവള് പറഞ്ഞു. അവിടെ അച്ഛന് പ്രായമായ അച്ഛൻ ഇപ്പം മെഡിക്കൽ കോളേജിലാണ്, അച്ഛൻ അഡ്മിറ്റാണ് ഇപ്പോഴും. അപ്പോൾ അവള് പറഞ്ഞു അവിടെ തന്നെ നിന്നോ, കുഴപ്പമില്ല, ഞാൻ മക്കളെ കാര്യമൊക്കെ നോക്കിക്കോളാം. അങ്ങനെ ഇവിടെ ഭാര്യ ഞങ്ങളിവിടെ കുറെ കാലം കുടുംബമായിട്ട് ഇവിടെ ജീവിച്ചത്. വലിയ ഒരു സങ്കടത്തിലാണ്. ഈ ഉണ്ണിമാഷാണ് ഏറ്റവും സീനിയർ മോസ്റ്റ്. ആദിലെന്ന ഏറ്റവും ജൂനിയറായ അധ്യാപകരുമെല്ലാം തന്നെ ഈ സുന്ദരമായ ഗ്രാമത്തിൽ ഒത്തൊരുമിച്ച് വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു. കുറെ വർഷങ്ങളായി 100% വിജയം അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾ നഷ്ടപ്പെട്ട, അതുപോലെ തന്നെ തങ്ങളുടെ സ്കൂൾ കെട്ടിടം തകർന്ന സങ്കടത്തിൽ ഇവർ ഉള്ളത്. കഴിഞ്ഞ ദിവസം മലയിലെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പായിരുന്ന സ്കൂളാണ് തകർന്നത്.